ചേ, നാളെ കെടാനായിട്ട് ഇവിടെ വരെ വന്നു. എനിക്കിതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. നേരെ വീട്ടിലോട്ട് പോകാനുള്ള വഴി ചോദിച്ചാൽ മതിയായിരുന്നു. മോനെ, എന്നോട് ക്ഷമിക്കേ. നിങ്ങളെ ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയോ? ഏയ്, അതൊന്നും ഒരു കുഴപ്പമില്ല. എന്നാ ശരി, ഞാൻ പോയി. കുട്ടൂസേ, നീ നീ എവിടെയായിരുന്നടാ? ഇതൊക്കെ ഞാൻ പറയാം. ഇതാ ആളല്ലേ? മണിക്കുട്ടിന്റെ ആളല്ലേ ഇത്? ആണോ? ആണ്. ചേച്ചി, നിങ്ങൾ എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? കുട്ടൂസ്. ഇവനെ കാണാനായിട്ട് എത്ര ദിവസമായെന്നറിയോ? അല്ല, എവിടെ മണിക്കുട്ടൻ? അവൻ എവിടെ? മണിക്കുട്ടൻ അപ്പൊ നിന്റെ കൂടെ ഇല്ലേ? അവനെ നിന്നെ കൂടെ ഇല്ലടാ ഇവിടുന്ന് കാണാണ്ടായത്. എന്നിട്ട് അവൻ എവിടെ? മണിക്കുട്ടൻ എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? ഇല്ല, മണിക്കുട്ടൻ എന്റെ കൂടെ ഇല്ല. അതെ, ഇത് മണിക്കുട്ടിന്റെ ആട് തന്നെയാ. 100% ഇത് മണിക്കുട്ടിന്റെ ആട് തന്നെയാ. ചേച്ചി, എന്താ മോനെ? നിങ്ങളുടെ അനിയന്റെ പേര് മണിക്കുട്ടൻ എന്നാണോ? അതെ. ആടിന്റെ പേര് കുട്ടൂസ് എന്നോ? അതെ. എടാ ആടെ, നീയല്ലേ എന്നെ ഓടിപ്പിച്ചത്? നീയല്ലേ ആ സംസാരിക്കുന്ന ആട്? നിന്നെയാണോ ഞാൻ അയച്ചു വിട്ടത്? നിങ്ങളെന്താ ഇവിടെ? ചേച്ചി, ഈ ആടിനെ സൂക്ഷിച്ചു വെച്ചോ. ഞാൻ ഇപ്പൊ മണിക്കുട്ടിനെ കൊണ്ടുവരാം. എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോയേ? എന്താ മണിക്കുട്ടാ, നീ ഇവിടെ നിന്ന് കളഞ്ഞത്? നേരെ മുമ്പൊക്കെ നോക്ക. അല്ല, ഇതിവിടെ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ മുമ്പൊക്കെ പോവാ. മണിക്കുട്ടാ, നിന്നെയാ നോക്കുന്നത്. നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഓ പിന്നെ, നീ എന്നെ ഇവിടെ ഇട്ടോണ്ട് പോയില്ലേ? ഇങ്ങോട്ട് പോരെ, അതൊരു പാമ്പല്ലേ, കുന്തം മുഞ്ഞുമേൽ നിക്കണ. നമ്മളെ ഭാഗ്യത്തിന് ഇതിന് വലുതൊന്നും ഇവിടെ കാണാത്തത്. ആ നേരായിട്ട് ചെയ്യാ. ബാ, ഇരുട്ടാവുമ്പോത്തിന് എന്റെ കുടിക്കെത്തണം. നല്ല ഇരുട്ടായി കഴിഞ്ഞാലേ ഇവിടെ വേറെ പലതും കാണും. ഇതല്ല ആ ചേച്ചി എന്നെ ഇതിലൂടെ പോയെന്ന് പറഞ്ഞത്. ചോ, കുടുങ്ങിയല്ലോ. മിനിമോൾ മണിക്കൂട്ടനല്ലേ വരുന്നത്? ആ, ഏതായാലും വഴി ഇറങ്ങിയത് കുടുങ്ങി നിൽക്കായിരുന്നു. അവർ ഇങ്ങോട്ട് വന്ന് നന്നായി. അപ്പൊ ഞാൻ വന്ന വഴി കറക്റ്റാ. അയ്യോ, അവിടെ ആനന്ദിപ്പുണ്ടല്ലോ. അവരെ എങ്ങനെ പിന്നെ അറിയിക്കും? ശബ്ദം ഉണ്ടാക്കി ആന ഇങ്ങോട്ട് വരും. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ശബ്ദം കേട്ടില്ലേ ചേച്ചീന്ന്? ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പൊ കേട്ടാ? ആ, കേട്ട്. പക്ഷെ അത് പിന്നിൽ നിന്നല്ല, മുന്നിൽ നിന്നാ കേക്കുന്നത്. ആ, അപ്പൊ അത് എവിടുന്നാ? ഇനി നമ്മുടെ മുന്നിൽ പാമ്പുണ്ടോ? മണിക്കുട്ടാ, ഹായ്, നിങ്ങളെന്താ ഇവിടെ? മരത്തുമ്മ കയറി കളിച്ചാ? എടാ മണ്ട, ആനയുണ്ട് ഇവിടെ. ആന. എന്ത് ആന? എന്താ ഈ ചങ്ങായി പറയണത്? എന്തോ ആനയുണ്ടെന്നാ? അങ്ങനെ എന്താ കേട്ടു? ആനയാണോ കേട്ടത്? ഈ മണ്ടി, നിന്റെ മാമൻ പറഞ്ഞത് അവിടെ ആന ഉണ്ടെന്നാ. പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചു നിക്കാം. ഓ, അത് പോയി. അല്ല, അറിയാത്തോണ്ട് ചോദിക്ക. നിങ്ങളെന്ന് എന്റെ പേരേക്ക് പോണ വൈക്കേ? അതെ അങ്ങനെ. പിന്നെ ആടിനെ രക്ഷിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ആടെവിടെ? നിങ്ങളല്ലേ പറഞ്ഞത് മുത്തശ്ശിയുടെ കയ്യിൽ ആടുണ്ട്, ഇപ്പൊ കൊണ്ടുവന്ന് തരാം, എനിക്ക് എവിടെയെന്നൊക്കെ അറിയാന്നൊക്കെ. പൊന്നു മക്കളെ, അത് വലിയൊരു കഥയാ. ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് മണിക്കൂട്ടന്റെ വീട്ടിലെത്തണം. അതെന്തിനാ അവന്റെ വീട്ടിലേക്ക് എന്തിനാ നമ്മള് പോകുന്നേ? അവൻ അവന്റെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. അവന്റെ വീട്ടുകാരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് മുത്തശ്ശിയോട് സംസാരിക്കാനത്രേ. ഓ, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. അവന്റെ ആട് അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ ആടെങ്ങനെ വീട്ടിലെത്താ? അതിനെ കാണാതായിട്ട് കൊറേ കാലായിക്കണല്ലോ. ഓ, അതൊക്കെ എത്തി. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നിന്റെ ആടിന്റെ പിന്നാലെ ഓടിയതാ. പിന്നെ എവിടേക്കാ എത്തിയതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. ഇനി മേലാല് ഇതുപോലത്തെ കേസ് കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? നിന്റെ ആടെങ്ങനെ എന്റെ അടുക്ക് എത്തുക? അത് നിങ്ങളെ അമ്മേന്റെ കയ്യിലാണല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓ, ഇപ്പൊ അമ്മയുടെ കയ്യിലൊന്നും ഇല്ല. അവിടുത്തെ ചാടി അത് എന്റെ വീട്ടിലെത്തി. എങ്ങനെയാ ചോദിച്ചത്? ആദ്യം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നിന്റെ വീട്ടിൽ പോവാം. എന്നിട്ട് നിന്റെ ആടിനെ കാണേ, എന്നിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇറങ്ങലി, ഒരു കടുവ വരുന്നുണ്ട്. ശരിക്കും? ഹാവ്, അത് പോയി. വേഗം വരി, ഇത് കുറച്ചുള്ളൂ എന്റെ പേരേക്ക്. ആ, എനിക്കറിയാം. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം?
അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിൽ പോവാം. അത് പറഞ്ഞപ്പോഴാ നിന്റെ വീട്ടിലേക്ക് എന്തിനാ ഞങ്ങൾ വരുന്നത്? അതെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എനിക്കിപ്പോ വന്ന വഴി അറിയാം, അത് വഴി തിരിച്ചു പോവാം. അതെ, ഇവന്റെ വീട്ടിലേക്ക് ഞാനില്ല. ഏതായാലും എന്റെ ആടിനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു കശാപ്പ് കൂടിക്കിന്റെ പെരേന്ന് പോവാ. ഓണ വയറ്റിൽ ഇതുപോലെ പല ജീവികളും കാണും. ഇതുവരെ കാണാതിരുന്നത് ഇരുട്ടാവാത്തോണ്ടാ ഇപ്പൊ നല്ല ഇരുട്ടായി. അതാണ് ഇപ്പൊ കണ്ടു തുടങ്ങുന്നത്. നമ്മൾ വരുന്ന വഴിയിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പോന്നപ്പോ ഇത്ര ഇരുട്ടായിട്ടില്ലായിരുന്നു. ഇപ്പോഴല്ലേ ഇത്ര ഇരുട്ടായത്, അതാ കണ്ടത്. ഏതായാലും ഇന്ന് എന്റെ പെരേ കൂടിയിട്ട് നിങ്ങൾക്ക് നാളെ പോവാം. പോടാ അവിടുന്ന്. ഇല്ലേ വേണ്ടെങ്കിലേ, വഴിയിൽ പാമ്പിനൊക്കെയാ കണ്ടത്. നമുക്ക് ഇവന്റെ വീട്ടിൽ പോവും. ഇരട്ടത്തെ വല്ല പാമ്പിനെ ചവിട്ടി പാമ്പ് കടിച്ച് മരിച്ചു പോവും. അല്ലെങ്കിൽ വല്ല കടുവന്റെ വയറ്റിൽ പോകും. അല്ലെങ്കിൽ വല്ല ആരുടെയും കാലിന്റെ അടിയിൽ. ദൈവമേ, വല്ലാത്തൊരു കുരുക്കായി പോയി. നിങ്ങൾ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മണിക്കുട്ടിന് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മണിക്കുട്ടനൊക്കെ തിരിച്ചു വരും, അതൊക്കെ എനിക്ക് അറിയാം. പക്ഷേ നമ്മുടെ കുട്ടൂസ് ആ പെണ്ണിന്റെ കയ്യിൽ എത്ര ദിവസമായിരുന്നത്? എനിക്ക് പേടിയാവുന്നു അമ്മേ. മണിക്കുട്ടൻ എപ്പോഴാ വരാ? അവൻ ഇങ്ങ് വന്നോളും, നീ ബേജാറാവൊന്നും വേണ്ട. എന്തായാലും അവന് നല്ലതേ വരൂ. അവന് സ്വയം സംരക്ഷിക്കാൻ അറിയാം. എന്റെ കുട്ടൂസ് കുറെ കഷ്ടപ്പെട്ടു, അതാണ് ഇപ്പൊ എന്റെ വിഷമം. ബെസ്റ്റ് ഫാമിലി. എടാ കുട്ടൂസേ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നേ? അവന് വിഷമില്ലാണ്ട് കാണോ? അവൻ എത്ര ദിവസമായി അവനെ കണ്ടിട്ട്. കുട്ടൂസിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്റെ മണിക്കുട്ടന്. ഇപ്പൊ എത്ര ദിവസമാ അവര്. എന്നാലും ഈ ടൗണിലുള്ളവര് ഇത്ര ക്രൂരന്മാരാണോ? നീ സംസാരിക്കുന്നത് ഇത്രയും വലിയ സംഭവമാണോ? പൊന്നു ചേച്ചി, ടൗണിലുള്ളവർക്ക് ഇതൊക്കെ വലിയ സംഭവം തന്നെയാ. പിന്നെ അതുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ആരാ സംസാരിക്കുന്നത്? ആകെ നമ്മുടെ കുട്ടൂസ് മാത്രമല്ലേ. പിന്നെ ഉണ്ടോ ഇതിന് പുറത്തുള്ളവർക്ക് അത്ഭുതം ഇല്ലാണ്ടിരിക്കോ? പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവര് ഇത് അംഗീകരിച്ചില്ലേ? ദൈവം കൊടുത്ത വരവാണെന്ന് അംഗീകരിച്ചില്ലേ? കുട്ടൂസ് ദൈവത്തിന്റെ സ്വന്തം ആളാണെന്ന് അംഗീകരിച്ചില്ലേ? അതുകൊണ്ട് കുട്ടൂസിനെ ആരും ഉപദ്രവിക്കാൻ വരാറില്ലല്ലോ. അതെ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറച്ച് വിശ്വാസം കൂടുതലാ. ടൗണിലുള്ളവർക്ക് അത്രയൊന്നും ഉണ്ടാകില്ല. അവർക്ക് ആരെയും ഭയം ഉണ്ടാകില്ല. നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ദൈവത്തെ ഭയങ്കര ഭയമാണ്. എന്നാൽ ടൗണിലുള്ള ചിലരൊന്നും അങ്ങനെയല്ല. ഇനിയിപ്പോ എങ്ങനെയായാലും മണിക്കുട്ടനൊന്നും തിരിച്ചു വന്നാ മതിയായിരുന്നു. അതെ, മണിക്കുട്ടൻ വേണമെന്നുണ്ടെങ്കിൽ കുട്ടൂസിനെ തെരഞ്ഞു നടക്കുന്നുണ്ടാകും. എനിക്ക് മറ്റൊരു പേടി കൂടെയുണ്ട്. ഇവിടുന്ന് പോയ ചെറുക്കനില്ലേ, ഒരു ചെറിയ പയ്യൻ, അവൻ വീട്ടിലെത്തി കാണുമോ? ഈ നേരത്തൊക്കെ കടുവയും പുലിയും ആനയൊക്കെ ഇറങ്ങുന്നല്ലേ കാട്ടില്. എനിക്ക് പേടിയാവുന്നു അത് ആലോചിച്ചിട്ട്. അത് ശരിയാണല്ലോ. ഈ സമയത്ത് അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സമയത്താ അവിടെ പുലിയും ആനയൊക്കെ പതിവായിട്ട് ഇറങ്ങാറുള്ളത്. അവനവന്റെ നാട്ടിലെത്താൻ ഒരു സാധ്യതയില്ല. ടൗൺ അത്രയും ദൂരെയായി കിടക്കുന്നത്. അങ്ങോട്ട് നോക്കെ, ആരാ വന്നേക്കുന്നേ?